ആ അമ്മയുടെ ശരീരത്തിലേക്ക് കൈക്കോട്ട് കൊണ്ട് മണ്ണ് എടുക്കുകയും അവരുടെ ശരീരത്തിലേക്ക് ഇടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അടുത്ത ദിവസം കണ്ടൊരു വീഡിയോയെക്കുറിച്ചാണ് ഓർമ്മ വന്നത്. ഒരു വളരെയധികം പ്രായം ചെന്ന ഒരു മാതാവ്, ഒരുപക്ഷേ ഓർമ്മ നഷ്ടപ്പെട്ട ഒരു മാതാവാണ് എന്ന് തോന്നുന്നുണ്ട്. അവരുടെ മലമൂത്ര വിസർജനങ്ങളടക്കം അത് ചെയ്തതും എവിടുന്നാണ് ചെയ്തത് എന്ന് പോലും ഓർമ്മയില്ല. കിടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലുള്ളൊരു ഒരമ്മയാണ്. അപ്പോൾ അവരെ സ്വന്തം മകന് വളരെ ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലുള്ളൊരു കാഴ്ച അവരുടെ ശരീരത്തിലേക്ക്, അവിടെ മുറ്റത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ജീവനുള്ള ആളാണ്. പക്ഷെ ആ ജീവനുള്ള ആ അമ്മയുടെ ശരീരത്തിലേക്ക് കൈക്കോട്ട് കൊണ്ട് മണ്ണ് എടുക്കുകയും അവരുടെ ശരീരത്തിലേക്ക് ഇടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. മാത്രമല്ല, അവിടുന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ഉമ്മയെ അടിക്കുകയാണ്, തലക്കും മുഖത്തൊക്കെ അടിക്കുകയാണ്. വളരെ ദയനീയമായൊരു കാഴ്ചയാണ് ശരിക്ക് ആ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എതിർക്കാൻ കഴിയാതെ നിൽക്കുന്ന കുറച്ച് സ്ത്രീകളും കുട്ടികളും അവിടെ ഉണ്ട്. ഈ ഒരു കാഴ്ച ഏറെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. സ്വന്തം മാതാവിനെ വേദനിപ്പിക്കുക, ഉപദ്രവിക്കുക, അതിപ്പോൾ ഈ കൈക്കോട്ടെടുത്ത് മണ്ണ് കോരിയിടുക, ചുറ്റും ആളുകൾ കൂടി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് ശരിക്ക് ഒറിജിനൽ വീഡിയോ ആവില്ല കേട്ടോ എന്നായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത. കാരണം ഒരു മനുഷ്യനങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ, സ്വന്തം മാനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ കഴിയില്ലല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, സ്വന്തം ഉമ്മയെ കഴുത്തറുത്ത് കൊന്ന ആളുകൾ ഇവിടെ ഉണ്ട്. പണം കൊടുക്കാത്തതിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യത്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ സ്വന്തം ഉമ്മയെ പട്ടിണിക്കിട്ട് കൊന്ന ആളുകളുണ്ട്. അമ്മയെ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച് പോകുന്ന മക്കളുണ്ട്. അതുപോലെ തന്നെ ഈ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തിരിഞ്ഞു നോക്കാത്ത ആളുകളുണ്ട്. ഇവരൊക്കെ ചെയ്യുന്ന ആ ക്രൂരതയുടെ പ്രകടമായ മറ്റൊരു വേർഷൻ ഇവിടെ ഉണ്ടായി എന്ന് മാത്രമാണുള്ളത്. അപ്പോൾ ഇത് എത്ര വലിയ ഗൗരവമുള്ള സംഭവം ആയതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ആദ്യം തോന്നുന്നത് ഒരു ഫേക്കായിരിക്കും, ഇത് ശരിയായ വീഡിയോ ആവില്ല എന്നൊക്കെ നമുക്ക് തോന്നിയാലും അത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒറിജിനൽ വീഡിയോ ആണ് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ചില ആളുകൾ എങ്ങനെ വെച്ചാൽ ഒരുപാട് കാലം നോക്കും, നല്ലതുപോലെ നോക്കും, എല്ലാവരും പറയും ഭയങ്കര. പക്ഷേ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് വരുന്ന ചില സമയങ്ങളിൽ വരുന്ന ചില പ്രവൃത്തികളായിരിക്കും അത് മൊത്തം ഇല്ലാതാക്കുന്നൊരു സംഗതിയായിട്ട് മാറാറുണ്ട്. അപ്പോൾ ക്ഷമ എന്നുള്ളത് വളരെ ഗൗരവമാണ്. പ്രത്യേകിച്ച് നമ്മൾ ചെറിയ മക്കൾ നോക്കുമ്പോഴും പ്രായം ചെന്ന മാതാപിതാക്കൾ നോക്കുമ്പോഴും ഏറെ നമുക്ക് ഉണ്ടാവേണ്ട ഒരു സംഗതി ക്ഷമയാണ്. ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ നഷ്ടപ്പെട്ട് ഇവരോട് ഇങ്ങനെ ദയയില്ലാത്തൊരു സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റം മക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നുള്ളത് ശരിക്ക് ഓരോരുത്തരുടെയും കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കും അല്ലേ. ഓരോ മക്കൾക്കും പ്രത്യേകിച്ച് നമുക്ക് ന്യായമൊന്നുമില്ല. മാതാപിതാക്കളെ ഉപദ്രവിക്കാനും വെറുപ്പിക്കാനും പാടില്ല എന്നുള്ളത് ഖുർആനിൻ്റെ കൃത്യമായ ശാസനയാണ്. പക്ഷേ എന്നിരുന്നാലും ഓരോരുത്തരും അവനവൻ്റെ കാരണങ്ങൾ പറഞ്ഞ് ന്യായീകരിച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ. നമ്മൾ പറയാനുണ്ടല്ലോ, സ്വന്തം മാനെ തച്ചാലും രണ്ടഭിപ്രായം ഉണ്ടാകുമെന്ന് പറയുമല്ലോ അല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ശിക്ഷയും അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളോട് എങ്ങനെ പെരുമാറും, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ കാണുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാതാക്കളെ ഉപദ്രവിക്കുന്ന ആളുകൾ അലാഖുലി വാലിദേഹി, മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നീചമായ പ്രവർത്തനമാണ്. ഇപ്പോൾ സമൂഹത്തിൽ ഒരാളും അംഗീകരിക്കൂല അത് ശരിക്ക്, സ്വന്തം മാനെ ഉപദ്രവിച്ചു എന്നുള്ളത്. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ രണ്ടഭിപ്രായം ചിലപ്പോൾ ഉണ്ടാവും, ആ തള്ളക്ക് കിട്ടേണ്ട തന്നെ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും. അതെന്താന്ന് ചോദിച്ചാൽ അവർ ചെയ്യുന്ന, ഇപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറിയ ഒരു പ്രായത്തിലേക്ക് അവരുടെ മനസ്സിനെ മാറ്റുകയാണ്. ആ സമയത്ത് അവർ, ചെറിയ കുട്ടികൾക്ക് എവിടെയാണ് മൂത്രമൊഴിക്കേണ്ടതെന്ന് അറിയില്ല, എവിടെയാണ് അപ്പിടേണ്ടതെന്ന് അറിയില്ല, പിന്നെ ഭക്ഷണം കഴിക്കണതിൻ്റെ കാര്യങ്ങൾ അറിയില്ല, ഒക്കെ ബാക്കിയുള്ളവർ ചെയ്തു കൊടുക്കണം. അതേപോലെ പ്രായമായി കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് അതേ അവസ്ഥ വരും. അതുകൊണ്ട് തന്നെയാണ് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല വസിയ്യത്ത് കൊടുത്തു, കൽപ്പനകൾ കൊടുത്തു എന്നുള്ളത് വളരെ ഗൗരവമായി പറഞ്ഞു. അവരോട് ഇഹ്സാൻ ചെയ്യണം, അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കണം എന്നതൊക്കെ അള്ളാഹുവിൻ്റെ ഗൗരവമുള്ള കൽപ്പനയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ ആരാധിക്കണം, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അവനെ ആരാധിക്കണം എന്ന ഇസ്ലാമിലെ ഏറ്റവും വലിയ നന്മ. ആ നന്മ പറഞ്ഞതിന് തൊട്ട് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറഞ്ഞത് എത്രമാത്രം അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയിക്കുന്നത് ഇസ്ലാമിൽ.
മാതാപിതാക്കൾക്ക് അത്രമേൽ സഹായങ്ങളും സഹകരണങ്ങളും പരിഗണനയും പ്രായമാകുമ്പോൾ കിട്ടണം. ആ പ്രായമാകുമ്പോൾ അത് കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൗരവമായി അവരെ ഉപദ്രവിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് നന്മ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പിന്നെ മാതാപിതാക്കളുടെ വിഷയത്തിൽ ഇത്ര ഗൗരവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് ഷിർക്കിൻ്റെ കൂടെ അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കൂടെയൊക്കെ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിൽ ഒരുപാട് കാരണങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാവും. നമുക്ക് ഭൗതികമായിട്ട് മനസ്സിലാവുന്ന അത്രയും ഗൗരവമുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഏറ്റവും ആ ഒരു വളർന്നു വരുന്ന സമയം മുതൽ പ്രസവിച്ചത് മുതലുള്ള ആ ഒരു ഏറ്റവും നല്ല വളർച്ചയിലേക്ക് എത്തുന്നത് വരെയുള്ള തർബിയത്ത് നമുക്ക് നൽകുന്നത് മാതാപിതാക്കളാണല്ലോ. അപ്പോൾ ആ നിലക്ക് ആ ഒരു ചെറിയ അള്ളാഹിൻ്റെ അനുഗ്രഹത്തിൻ്റെ 100-ൽ 1 അംശത്തിൽ നിന്നാണ് ഒരു മാതാവ് തൻ്റെ മക്കളോട് കാണിക്കുന്ന കാരുണ്യം എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള കാരുണ്യത്തെ പോലും തിരിച്ച് അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അവൻ രക്ഷിതാവായ ലോകത്തെ മുഴുവൻ ആളുകളെയും സൃഷ്ടിചരാചരങ്ങളെയും തർബിയത്ത് നടത്തുന്ന സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനോടുള്ള ഒരു അങ്ങേയറ്റത്തെ നിഷേധത്തിൻ്റെ ഗൗരവം ചൂണ്ടിക്കാണിക്കാനും കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാതാപിതാക്കൾ ഇപ്പോൾ കൂടെ ഉള്ളപ്പോൾ അത് നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിയില്ല. അപ്പോൾ അവരുടെ ചില പ്രവർത്തനങ്ങൾ, ഇപ്പോൾ പ്രായമായ മാതാപിതാക്കളെ പറ്റിയാണ് പറയുന്നത്, അവരുടെ ചില പ്രവർത്തനങ്ങൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കാം. നമ്മുടേതായ സ്വൈര്യമായ വിഹാരത്തിന് ചില തടസ്സങ്ങളുണ്ടാക്കാം. അപ്പോൾ പ്രായമായ ആളുകൾക്ക് പരിഗണന ആവശ്യമുണ്ടാവും, ശ്രദ്ധ ആവശ്യമുണ്ടാവും. അതോടൊപ്പം തന്നെ ആ ശ്രദ്ധയും പരിഗണനയും എത്ര തന്നെ നൽകിയാലും കുറ്റം പറച്ചിലും വിമർശനങ്ങളും ഉണ്ടാവും ചെയ്യും. അതൊക്കെ ഇതിൽ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ്. അത് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവാം, പിന്നെ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാം, ശരിക്കും നോക്കണില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാവാം. അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിൽ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ മാതാവോ ഈ പിതാവോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വലിയൊരു വിടവാണത് ജീവിതത്തിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ആളുകൾക്ക് സാധിക്കണില്ല എന്നാണ്. ഈ പിന്നെ തള്ളൊന്ന് ചത്തിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അത് മരണപ്പെട്ടു പോയാലാണ് ആ ഒരു വിടവിൻ്റെ ആഴം എത്ര വലുതാണെന്ന് മനസ്സിലാവുക. അപ്പോൾ ഇത് നമുക്ക് സംരക്ഷിക്കാൻ കിട്ടിയ ഒരു നിധിയാണ് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു കോർട്ടിൽ ഒരു തർക്കം നടന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വായിച്ചിരുന്നു. അതെന്താന്ന് ചോദിച്ചാൽ, ഇത്ര കാലമായി എൻ്റെ ജ്യേഷ്ഠനാണ് എൻ്റെ ഉമ്മാനെ നോക്കണത്, ഇനി കുറച്ചു കാലം നോക്കാൻ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടാണ് കേസ്. ഓൻ കുറേ കാലമായാലും നോക്കണം, എനിക്ക് എൻ്റെ ഉമ്മാനെ നോക്കാൻ തരണം എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് ഉമ്മാനെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി വാശി പിടിക്കണേ. എന്തിനാ കോടതിയിൽ കേസ് ഫയൽ ചെയ്യണത്? മറ്റയാൾ സമ്മതിക്കണില്ല, ഞാൻ തരൂല എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഞാൻ കുറെ കാലമായി ഉമ്മാനെ നോക്കണ, ഇജ്ജ് കുറച്ചു കാലം നോക്കണം എന്ന് പറഞ്ഞ അങ്ങോട്ട് കൊടുക്കല്ലേ കേസ്. നാട്ടിൽ അങ്ങനെയൊക്കെ ആരും ചിലപ്പോൾ കേസ്. ഏതായിരുന്നാലും പിന്നെ താങ്കൾ സൂചിപ്പിച്ച പോലെ നിധി എന്നൊരു വാക്ക്, ആ നിധി നമുക്ക് നഷ്ടപ്പെടുമ്പോൾ പിന്നെ ഒരിക്കലും ആ നിധിയെ കാക്കാൻ നമുക്ക് അവസരം ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു വാക്ക്, ആ വാക്കിൻ്റെ ആഴം മാത്രം ശരിക്ക് ചിന്തിച്ചാൽ മതി. മാതാവിനോ പിതാവിനോ ഉപദ്രവമുണ്ടാകുന്ന ഒന്നും പാടില്ല എന്ന് പറയാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ചത് എന്താണ്? വലാ തഖുൽ ലഹുമാ ഉഫിൻ. ഉഫിൻ എന്നുള്ളത് അനിഷ്ടം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു ചെറിയ വാക്കാണ്. നീരസം പ്രകടിപ്പിക്കാനുള്ള ഒരു ചെറിയ വാക്ക് പോലും മാതാപിതാക്കളോട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഒരാൾ ഛേ എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു അനിഷ്ടം പ്രകടിപ്പിക്കുന്ന ഒരു ചെറിയ വാക്ക് പോലും പറയാൻ പാടില്ല. വാക്കുകൊണ്ട് ഒരു വേദന ഉണ്ടാക്കാൻ പാടില്ല. ഇത് ശരീരത്തെ എന്ത് ചെയ്യാണ്? മണ്ണ് കൊണ്ടും കൈക്കോട്ട് കൊണ്ടും പിന്നെ വേദനിപ്പിക്കുകയാണ്, കാലുകൊണ്ട് ചവിട്ടി വേദനിപ്പിക്കുകയാണ്. അപ്പോൾ അതെത്ര വലിയ അക്രമമാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ ചെയ്യലുണ്ടാവില്ല, ഞാൻ അങ്ങനെയൊന്നും എൻ്റെ ഉമ്മാനെയോ ഉപ്പാനെയോ ഉപദ്രവിക്കണില്ല എന്ന് പറയുന്ന ആളുകളും ഒന്ന് ചിന്തിക്കുക, എപ്പോഴെങ്കിലും വാക്കുകൊണ്ട് വേദനിപ്പിക്കാറുണ്ടോ? അല്ലെങ്കിൽ മൗനം കൊണ്ട് വേദനിപ്പിക്കാറുണ്ടോ? അങ്ങനെയുണ്ട്, മൗനം കൊണ്ട് വേദനിപ്പിക്കുക, അവഗണന. ഇപ്പോൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്നുണ്ടാവും, ആ കാര്യങ്ങൾ ഷെയർ ചെയ്യണില്ല. അത് ഈ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന വിഷയമാണ്. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ വീടുണ്ടാക്കുമ്പോൾ അതിന് കുറ്റിയടിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ മാതാപിതാക്കൾ അറിയിച്ചിട്ടുണ്ടാവും. എന്നാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളിൽ ചിലപ്പോൾ അറിയിക്കാതിരിക്കുക. എന്തെങ്കിലും വീട്ടിലെ ഒരു ഫംഗ്ഷൻ നടക്കുക, പ്രധാനപ്പെട്ട അതിഥികൾ വരിക, അപ്പോൾ അത് വീട്ടിൽ മാതാപിതാക്കൾ അറിയാതിരിക്കുക. ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവുക, നേട്ടങ്ങൾ പറയാതിരിക്കുക. അങ്ങനെ തുടങ്ങി ചില കാര്യങ്ങൾ
ഡിസ്കസ് ചെയ്യാതെ ചർച്ച ചെയ്യാതെ സ്വന്തം തീരുമാനിക്കുക, അതൊക്കെ മാതാപിതാക്കൾക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ അവരുടെ അഭിപ്രായങ്ങളെടുത്തും അതിൽ ഇപ്പോൾ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച് പറയാൻ കഴിയാത്ത മാതാപിതാക്കളായിരിക്കും, എങ്കിലും അവരുടെ പ്രാർത്ഥന ഉണ്ടാവുമല്ലോ ഈ അഭിപ്രായങ്ങളിൽ. അങ്ങനെയൊക്കെ നമ്മൾ ഞാൻ കൈക്കോട്ടെടുത്ത് ഉമ്മാൻ്റെ മേത്തേക്ക് മണ്ണൊന്നും വാരിടലില്ല എന്ന് പറയുന്ന ആളുകൾ, ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ കൈക്കോട്ടെടുത്ത് മണ്ണ് വാരിടുന്നത് പോലെ തന്നെ മനസ്സിന് വേദനിപ്പിക്കുന്ന നിസാരമാണെന്ന് നമുക്ക് തോന്നുന്ന ചില പ്രവർത്തനങ്ങൾ, അത് ഹൃദയത്തിനകത്തേക്ക് നമ്മൾ പിന്നെ കല്ലും കുപ്പിച്ചില്ലും വാരിയിടുന്ന അതേ സ്വഭാവത്തിലുള്ള ചില വാക്കുകളും പ്രവർത്തനങ്ങളും ചില നിസ്സഹകരണങ്ങളും ഒക്കെ അതിലേക്ക് നയിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. അതെ, ചില കമ്മിറ്റ്മെൻറ്റുകൾ ജീവിതത്തിൽ നമുക്ക് നിർബന്ധ ബുദ്ധിയിലുണ്ടാവണം. അതുണ്ടാവുമ്പോഴാണ് ഈ സമൂഹം ഒരു നന്മയിലൂടെ മുന്നോട്ട് പോവുക. അപ്പം അതിനൊക്കെ നിസാരവൽക്കരിച്ച് അതിനൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ചില വിവരമുള്ള വിവരദോഷികളുടെ നാട്ടിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പറയാതെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആരോടൊരു ബന്ധത്തിൻ്റെ ആവശ്യമില്ല, ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, നന്ദിൻ്റെ ആവശ്യമില്ല അല്ലേ, അങ്ങനെയൊക്കെ പറയുന്ന പല ബുദ്ധിജീവികളെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ആളുകൾ നമുക്ക് ബുദ്ധിജീവികളെന്ന് പറയുന്ന പിരാന്തന്മാർ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് അതെന്താ വെച്ചാൽ അവനാൻ്റെ തോന്നിയ മാതിരി ജീവിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ചില എളുപ്പവഴികളാണ്. പക്ഷെ അത് എന്തായാലും തിരിച്ചു കുത്തും. അതാണ് അതിലുള്ളത്. ഈ ഇപ്പോൾ എനിക്ക് ഒരാൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ അവൻ അങ്ങനെ ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല. അവൻ്റെ ഇപ്പോൾ ഇയാൾ സംസാരിക്കണത് മാതാപിതാക്കൾ പ്രായമായ ആളുകൾ എന്ത് ചെയ്യണം, ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം. ഓല് ഇവിടെ ജീവിക്കണ്ട, ഇവിടെ കുറേ ആശുപത്രിയിൽ കുറേ പൈസ ചിലവുണ്ടാക്കി മക്കൾക്ക് കുറേ ബാധ്യത കൊടുത്ത് ഓല് ഇവിടെ എന്തിനാണ് ജീവിക്കണത്, ഓല് ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് സ്വസ്ഥമായ ജീവിതം നൽകണം എന്നാണ് ഈ പ്രായമായ പിന്നെ വിവരമില്ലാത്ത വയസ്സന്മാർ, ആധുനിക ജീവികളെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്നത്. ഇയാൾ വയസ്സായിക്കണ്, ഇയാൾ പിന്നെ മക്കൾക്ക് ഭാരമൊന്നുമില്ലാതെ ഒഴിഞ്ഞു കൊടുക്കേണ്ട സമയം എന്നോ ആയി എന്നാണ് മൂപ്പരെ വാദ്യത്തിന് മറുപടി പറയുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടത്. അതിന് അത്രമേൽ വലിയ ശല്യം അയാളെ കൊണ്ട് ലോകത്തിനുണ്ട്. അപ്പം ഞാൻ പറയണത്, എന്നാൽ ഇസ്ലാം പറയണത് പ്രായമായി അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിൽ മക്കളെത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് അതിലൂടെ കൂടുതൽ നന്മയാണ് കിട്ടുന്നതെന്നാണ്. സമ്പത്ത് കൂടുതൽ ചിലവാകും, അധ്വാനം കൂടുതൽ ചിലവാകും, അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടുതൽ അതിലൂടെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അത് ചെയ്യണം എന്നാണ്. അതാണ് മാതാപിതാക്കൾക്ക് കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പോൾ വിമർശിക്കേണ്ട, എതിർക്കേണ്ട, മറുത്തു പറയേണ്ട, പിന്നെ തിരുത്തേണ്ട ഒട്ടനവധി സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും അതൊന്നും ചെയ്യാതെ പരിഗണിച്ചും സ്നേഹിച്ചും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കർശനമായ താക്കീത് അത് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് എത്രമാത്രം നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത്. പ്രായമായി കഴിഞ്ഞാൽ മാതാപിതാക്കളെ സംരക്ഷിക്കണ്ട, അവരെ നോക്കണ്ട, അതൊന്നും ബാധ്യതയല്ല, പെറ്റൊഴിഞ്ഞതോടുകൂടി വയറൊഴിഞ്ഞതോടുകൂടി ബാധ്യതകൾ അവസാനിച്ചു എന്ന് പറയുന്ന ആളുകൾ വെറുതെ ഒന്ന് അവരുടെ വയറ്റത്തൊന്ന് കൈവച്ച് നോക്കുക, പൊക്കിൾക്കൊടിയിലൊന്ന് തൊട്ടു നോക്കുക. മാതാവുമായുള്ള ബന്ധം, ജന്മത്തിന് കാരണമായ മാതാവുമായുള്ള ബന്ധം അവിടെ അവസാനിക്കണില്ല, മരിച്ചാലും അത് അവസാനിക്കണില്ല. ആ ബന്ധം അവിടെ തന്നെ അടയാളമായി എന്നും ബാക്കി നിൽക്കുന്നുണ്ട്. അതിന് കാരണക്കാരനായ പിതാവിനെ ഓർക്കാനുള്ള അവസരം കൂടിയാണത്.